ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലായിരുന്നു ഗൈസ്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ. രാവിലെയൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു. അനൂസിനെയും കൊണ്ട് അംഗൻവാടിയിലോട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു. പക്ഷേ മഴക്കാറൊക്കെ മാറിയിട്ട് നല്ല വെളിച്ചം വന്നു. വെയിലൊക്കെ ആയിരുന്നു. അതാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണേ. ഈ വശത്ത് നല്ല വെയിലാണ്. അപ്പം നമ്മുടെ തുണികളൊക്കെ അവിടെ ഇട്ട് നമുക്ക് ഉണക്കാം. മറുവശം നോക്കിയേ, ആ മാവിൻ്റെ തണൽ കൊണ്ട് നല്ല തണലാണ്. പക്ഷെ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ മൊത്തം കൊതുകാണ്. എപ്പോഴും കൊതുക് കുത്തി നമ്മളെ അങ്ങ് കൊല്ലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അപ്പോൾ അനൂസിനെ വീണ്ടും കളിച്ചൊക്കെ കഴിഞ്ഞ് അകത്ത് കയറ്റി ഫ്രഷ് ആക്കി ഇരുത്തിയിട്ട് അപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. അത് നല്ല മൂവാണ്ട മാങ്ങയായിരുന്നു ഗൈസ്. അത് താഴെ വീണത് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് അവൾക്കത് ചെത്തി കൊടുക്കാമെന്നും പറഞ്ഞ് ഞാനത് ചെത്താനായിട്ട് കത്തിയൊക്കെ എടുത്ത് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ മൂവാണ്ട മാങ്ങയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാങ്ങയാണ്. കാരണം അച്ചാറിടാനും കടുമാങ്ങയ്ക്കും എല്ലാം എനിക്ക് മൂവാണ്ട മാങ്ങയാണ് ഇഷ്ടം. ഇത് മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു, ചെറുതായിരുന്നപ്പോഴത്തേക്കിന് ഇതിൻ്റെ മീഡിയം ലെവലിലുള്ള പഴുക്കത്തില്ലയോ, ആ മീഡിയം ലെവലിൽ പഴുക്കുന്ന സമയത്ത് അത് ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറില്ലേ, നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ. അത് തന്നെയല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് എരി കഴിച്ചാലും പുളി കഴിച്ചാലും മധുരം കഴിച്ചാലും ഒക്കെ അതിനൊക്കെ ഈ ലോകത്തിലെ എല്ലാ സാധനത്തിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അനൂസിനോട് ഞാൻ പറഞ്ഞു, അനൂസെ ഒരു സർപ്രൈസ് ഉണ്ട്, വരാൻ പറഞ്ഞു. അപ്പോൾ അനൂസ് വന്ന് നോക്കിയപ്പം മാങ്ങയ്ക്കകത്ത് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇങ്ങനെ ഇട്ട് ഇളക്കുന്നു. അനൂസ് ചോദിക്കുക, മമ്മി അച്ചാർ തരാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന്. അവൾക്ക് അറിഞ്ഞുകൂടാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്നെടുത്ത് അവിടെ കൈ കൊടുത്ത് അവൾ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞതൊന്ന് രുചിച്ച്, എന്നിട്ട് ഞാൻ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ടായിരിക്കാം സൂപ്പറാന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാങ്ങാണ്ടി എടുത്തിട്ട് പറഞ്ഞ് എനിക്ക് ഈ മാങ്ങാണ്ടി മതി എന്ന് പറഞ്ഞ് ആ മാങ്ങാണ്ടി മൊത്തം ഊറി ഊറി കഴിച്ചിട്ട് അത് സൂപ്പറാന്ന്, അടിപൊളിയാ മമ്മി എന്നിങ്ങനെ പറഞ്ഞ്. പിന്നെ അങ്കൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉപ്പുമാവാണ് ഇതേ. ഉപ്പുമാവൊക്കെ കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഫലം അറിയുന്ന ദിവസമായിരുന്നല്ലോ അല്ലേ. അപ്പം തന്നെയല്ല, എൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ ആങ്ങളെ നാത്തൂനും ഇങ്ങ് പോകുന്നായിരുന്നു. അവൻ രാവിലെ തൊട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ പറഞ്ഞ് കടയിൽ വിട്ടു. കടയിൽ പോയിട്ട് വാടാ, 4 മണിക്കത്തേക്കിന് എന്തെങ്കിലും മേടി. അപ്പോൾ അവൻ പോയിട്ട് വന്ന് നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും ചട്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിനി ചായ ഇട്ട് കുടിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെ അപ്പം ലല്ല് സ്കൂളിൽ നിന്നൊക്കെ വരാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതെല്ലാം ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരാൾ പാക്കിംഗ് ആണ്. വൈകുന്നേരം അവർ തിരിച്ചു പോവുകയാണ്. അന്നു ഭയങ്കര കരച്ചിലായതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നത്. അന്നുവിനെ അവർക്ക് മിസ് ചെയ്തു, അന്നുവിനെ അവരെ മിസ് ചെയ്തു. ആകെ പാടെ സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അവർ റെഡിയായി. ആൻറ്റി ഇവിടെ നിർത്തിയിട്ട് അങ്കിള് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ താടി ചൊറിഞ്ഞ് തരാമോ അങ്കിളെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ താടി വെച്ചിട്ട് താടി വെച്ചിട്ട് ചൊറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ലല്ലു കുഞ്ഞ് വന്നു. ലല്ലു ഈ പ്രാവശ്യം 6th അപ്പോൾ എന്നെ കണ്ടുക, അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് കയറി വരിക. അപ്പോൾ സന്തു ചോദിക്കുന്നുണ്ട്, പണിയുടെ ഇടയ്ക്കാണ് അവളെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് അവർ പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് സന്തു അങ്ങ് പോയി. അപ്പോൾ ലല്ലു ഇനി വൈകിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ചോദിച്ചു, എഴുതിപ്പിച്ചു, ഞാൻ എഴുതി കാണിച്ചു എന്നൊക്കെ പറയുക. അപ്പോൾ ചേച്ചി വന്നപ്പോഴത്തേക്കിന് ചേച്ചിയെ പോയി തൊട്ടും തലോടിയൊക്കെ ഉള്ളേക്കും. അപ്പം ലല്ലു കുളിക്കാൻ പോയി. അവൾക്ക് ഉഴുന്നോടെയൊന്നും വേണ്ട, എനിക്ക് രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിയായിരുന്നു, അത് മതി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് വിളമ്പിത്താ എന്നും പറഞ്ഞ് അവൾ കുളിച്ചിട്ടൊക്കെ വന്നിരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവർ പോകാൻ ഇറങ്ങിയപ്പം സെൽഫി എടുക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുക. അപ്പോഴും ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു ഗായ്സ്, കണ്ടില്ലയോ. ഇപ്പം നമുക്ക് വീഡിയോ താൻ മുഖ്യം മികിലേന്ന് പറയുന്ന പോലെ എനിക്ക് എപ്പോഴും ഇപ്പോൾ വീഡിയോ എടുപ്പാണ്. അപ്പം കണ്ടില്ലയോ, അനൂസ് ഇങ്ങനെ ആൻറ്റിയുടെ ദേഹത്തൊക്കെ കയറി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പോകണമെന്നുകൊണ്ട് പോകണ്ടെന്നുണ്ട്. 2 വർഷം അനൂസ് റാന്നിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് അനൂസിന് അവിടെയാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ, പ്രത്യേകിച്ച് ഇവൻ്റെ അടുത്ത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുഞ്ഞുനാളിൽ അവളെ പ്രസവിച്ച് ഒരു 6 മാസം മുതൽ തന്നെ ഇവനെ കാണുമ്പം തൊട്ട് അവൾ കരയുമായിരുന്നു. വലിയ വായിലെ കരഞ്ഞ് അവൻ്റെ നിഴൽ കാണാൻ പോലും പറ്റത്തില്ല, അതേപോലെ ഭയങ്കരമായിട്ട് കരയും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ ഒത്തിരി അങ്ങ് മാറി. അവർ തമ്മിൽ ഭയങ്കര എന്താണെന്നറിയത്തില്ല, ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് എടുക്കുന്ന ഉടനെ ഇവളങ്ങ് ഓടി ചെല്ലുമായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, ഇവളെന്താടി എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ. ഇപ്പം അത് നേരെ തിരിച്ച്, ഇവൻ്റെ അടുത്ത് മാത്രമേ ഇപ്പോൾ ഇവളിങ്ങനെ ഉള്ളൂ. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന്
നമുക്കൊരു ഗസ്റ്റ് വന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആശയെ പല വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആശയുടെ മക്കളാണത്, വിഷ്ണുവും അവ്യയും അന്നൂസും സന്തുവും കൂടെ കളിക്കുകയാണ്. ഇത് സുരേഷ് ഏട്ടൻ ആശയുടെ ഹസ്ബൻഡാണ്. ആശയും ഞാനും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഥയായി, കാര്യങ്ങളായി, ആകെപ്പാടെ സംസാരമായി. കണ്ടോ, എൻ്റെ അടുക്കളയിൽ വന്നിട്ടാണ് അവൾ എന്തോ ചെയ്യുന്നത്. അവിടെ ചെന്നാലും ഞാനും ഇങ്ങനെ, നമ്മൾ ഒരേ നാട്ടുകാരാണ്. ഈ മാവേലിക്കരയിലാണ് ഞങ്ങൾ രണ്ടുപേരെയും കെട്ടിച്ചുകൊണ്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം കണ്ടുമുട്ടി കൂട്ടായവരാണ് ഞങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായി. ഭയങ്കര സ്നേഹമാണ്, എന്നാൽ നല്ല അടിയുണ്ടാക്കും. പക്ഷെ ആ അടിയൊക്കെ ഷൂന്ന് പറഞ്ഞങ്ങ് തീരും. പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാകും. അങ്ങനെ നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ പോകുന്നു. അങ്ങനെ അവർ പോകാൻ ഇറങ്ങിയതാണ് ഗൈസ്. നാളെ അവ്യക്കുട്ടി സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. LKGയിലേക്ക് ഫസ്റ്റിൽ പോവുകയാണ്. ഫസ്റ്റിലെ പോകണം. അപ്പോൾ എല്ലാവിധമായ ആശംസകളും അവ്യക്കുട്ടിക്കുണ്ട് ആൻറ്റിയുടെ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പം എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു.